ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു നാടൻ ചിക്കൻ വരട്ടിയതാണ്. അപ്പോൾ ഈ മഴക്കാലത്ത് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 750 ഗ്രാം അളവിൽ ചിക്കൻ കോഴിയിറച്ചി എടുത്തിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കി എടുത്താണ്. അതിലേക്ക് ഒരു നാടൻ മസാല തയ്യാറാക്കാനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഒരു 5 വറ്റൽമുളകും 5 കാശ്മീരി മുളകും, മൊത്തം 10 മുളക്, 2 സ്പൂണ് മല്ലി, ഒരു 10-20 കുരുമുളക് ചേർത്ത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. കൂടെ തന്നെ ഒരു 1/4 സ്പൂണ് ചെറിയ ജീരകവും. അപ്പോൾ ഇതാണ് നമ്മൾ നാടൻ മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ട് നമ്മൾക്ക് ഈ ഒരു കണ്ടീഷനിൽ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ചിക്കൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അല്പം ഉപ്പും അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മളതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് നമ്മളതൊന്ന് വേവിച്ചേക്കണം. ആ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. അപ്പോൾ നമ്മുടെ മസാല ചൂടാറി. ഇനി അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾക്ക് പണ്ട് കാലങ്ങളിലൊക്കെ ഇത് അമ്മിയിൽ അരച്ചെടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾക്ക് അതൊന്നുമില്ല. അതുകൊണ്ട് ഇതേ കണ്ടീഷനിൽ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കുമ്പോൾ ചിക്കൻ ഇതേപോലെ ഒരു ഹാഫ് വേവായിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി വേറൊരു പാത്രം അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഒരു 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. തീ ലോ ടു മീഡിയം ഫ്ലെയിമിലിടുക. എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/4 സ്പൂൺ കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു നാടൻ വരട്ടിയതായതുകൊണ്ട് തന്നെ നമ്മൾ കടുക് നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 മീഡിയം സൈസ് സവാള ഇതേപോലെ അരിഞ്ഞതും, ഒരു വലിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞതും, ഒരു 8 വെള്ളുള്ളി പൊടിയായി അരിഞ്ഞതും, ഒരു 2 പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ അതൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ഇപ്പോൾ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ബോയിൽ ചെയ്യുമ്പോൾ അതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം കണക്കാവും. അപ്പോൾ ഇതേപോലെ വഴന്ന് വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസ് തക്കാളി കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളി അധികം ചേർത്ത് കൊടുക്കരുത്, വരട്ടിയതായതുകൊണ്ട്. അപ്പോൾ നമ്മളതിൽ വെള്ളം ഊറിക്കിടക്കും. അപ്പോൾ ഒരു തക്കാളി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുകൂടി ചേർത്ത് നമ്മൾക്ക് നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾക്ക് അതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച മസാല പൗഡറുകൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതേപോലെ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അതുകൂടി ചേർത്ത് അല്പം മഞ്ഞൾപ്പൊടി കൂടി ഞാനിപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് ഞാനത് ആ ചിക്കനിലെ വെള്ളം അടക്കം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഇപ്പം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മസാലയൊക്കെ അതിലേക്ക് നല്ലതുപോലെ ചേർന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ആയിരിക്കും. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഇപ്പം ഞാൻ ആ പാത്രം കഴുകി, ആ ബോയിൽ ചെയ്ത പാത്രം കഴുകിയ വെള്ളം കുറച്ചുകൂടി ഇപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഈ ഘട്ടത്തിൽ നമ്മൾക്ക് അതിലേക്ക് ഇനി ചേർക്കാനുള്ളത് ഗരം മസാലയാണ്. പട്ട, ഗ്രാമ്പൂ, വലിയ ജീരകമൊക്കെ പൊടിച്ച ഗരം മസാല അതുകൂടി നമ്മൾക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റോളം ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്നുകൂടി വേവിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മൾ അടിപൊളി ചിക്കൻ വരട്ടിയത് ഇവിടെ കണ്ടില്ലേ, റെഡിയായി വന്നിട്ടുണ്ട്. നല്ലൊരു മണമായിരിക്കും. നാടൻ സ്റ്റൈലുള്ള ഈ ചിക്കൻ വരട്ടിയത് എന്തായാലും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാവരും ഇഷ്ടപ്പെടും. അതിലേക്ക് ഒരു അല്പം കൂടി ഞാൻ വെളിച്ചെണ്ണ ഇപ്പോൾ ചേർത്ത് കൊടുത്തു. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി അതിലേക്ക് 1 സ്പൂണ് ചെറുനാരങ്ങയുടെ നീര് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതുകൂടി ചേർക്കുന്ന സമയത്ത് നല്ലൊരു രുചിയായിരിക്കും. എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയില അരിഞ്ഞതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കണ്ടാലറിയാം നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല മസാലയൊക്കെ ചേർന്ന് നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ, മസാലയൊക്കെ നല്ല രുചിയായിരിക്കും. അപ്പോൾ നമ്മളെ ചിക്കൻ വരട്ടിയത് ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ ഇപ്പോൾ ഒരു പുതിയ ഓപ്ഷൻ ഉണ്ട്, ഹൈപ്പ് ചെയ്യുക. അതുകൂടി ചെയ്തേക്കണേ. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നിപ്പോൾ നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ വേറെ കറിയൊന്നും വേണ്ട. ഈ ഒരു ചിക്കൻ വരട്ടിയത് മാത്രം മതി.
അപ്പോൾ ഇതേപോലെ നാടൻ ചിക്കൻ വരട്ടിയത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക്